തികച്ചും ഔപചാരികതകളൊന്നുമില്ലാത്ത ഒരു സെഷനാണ്. സംഗീതം അങ്ങനെയാണല്ലോ. സംഗീതത്തിന് ജാതിയില്ല, മതമില്ല. ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും സുന്ദരമായ ഒന്ന് സംഗീതമാണല്ലോ. ചില കഷ്ടരാത്രികളിലൊക്കെ പ്രഭാതം വരെ കത്തിത്തീരുന്ന ഇന്ധനമായി നമുക്ക് മാറുന്നത് മറ്റെന്താണ്? സംഗീതമല്ലാതെ മറ്റെന്താണ്? സഭയുടെ സംഗീതത്തെ ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സോണിയച്ചൻ. അതുകൊണ്ട് സംഗീതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സാധു കൊച്ചുഞ്ഞ ഉപദേശിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഉപദേശി എഴുതിയ പാട്ടുകൾ നമ്മൾ കേട്ടത് ഒരിക്കലും ചെവിയിലൂടെയല്ല, മറിച്ച് ആ പാട്ട് നമ്മൾ കേട്ടത് ഹൃദയത്തിലൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ഒരു സെഷനിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേറെ പ്രിയങ്കരിയായിരിക്കുന്ന ദലീമ ജോജോ ആണ്. തീർച്ചയായിട്ടും സംഗീതരംഗത്ത് ജാനകി അമ്മയുടെ ശബ്ദം കൊണ്ട് അനുഗ്രഹീതയായ ഗായിക. ഞാനൊരിക്കൽ ജാനകി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ അതേ ശബ്ദത്തിൽ പാടുന്ന ഒരാൾ നാട്ടിലുണ്ട്, ദലീമ എന്നാണ് പേര്. അപ്പോൾ ജാനകി അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല എന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല, അത് സ്വന്തമായിട്ട് പാടുകയാണ് എന്ന്. എനിക്ക് കഴിഞ്ഞ ദിവസവും മാഡത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജാനകി അമ്മയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മാഡം പറഞ്ഞു, ഇല്ല, ഇതുവരെ കാണാൻ സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ജീവിതത്തിൽ അതൊരു സുഹൃതമാണ്, ദൈവം നൽകിയ സുന്ദരമായ ശബ്ദം. അനേകം പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ പാട്ടുപാടി ഒരു ജനസേവനത്തിലേക്ക് ഇറങ്ങുകയും ആലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയായി കേരള നിയമസഭയിൽ എത്തുകയും ചെയ്ത പാട്ടുകാരിയായ MLA ആണ് നമ്മളുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിക്കുകയും 113ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഈ സംഗീത സന്ധ്യ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട MLA ആണ്. അധികം പ്രസംഗം വേണ്ട എന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പാട്ടുകളായതുകൊണ്ട് എങ്കിൽ പോലും MLA നമ്മോട് ഈ സെഷൻ ഒരു 2 വാക്കുകൾ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാട്ടിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും പാട്ട് കേൾക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട MLA ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. അഭിമന്യ തിരുമേനി, മറ്റ് ബഹുമാന്യരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, സംഗീതത്തിൻ്റെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെയുണ്ട്. വലിയ സന്തോഷമുണ്ട്. കാരണം ആത്മീയയാത്ര ഇവിടെ നമ്മുടെ ബിലീവേഴ്സ് ചേർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ആത്മീയയാത്ര സ്റ്റുഡിയോയിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു പക്ഷേ താമസിച്ച് പാട്ട് പാടിയവളാണ്. ഒത്തിരി പാട്ടുകൾ ഡിവോഷണൽ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടുവാൻ ദൈവം ഇടവരുത്തിയവളാണ്. ഞങ്ങൾ കുറേ മനുഷ്യരിവിടെ താമസിച്ച് പാടുമായിരുന്നു. കാരണം അത്രയേറെ റെക്കോർഡിംഗ് ഉള്ളൊരു കാലഘട്ടം എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. എന്നെ വളർത്തുവാനായിട്ട് എൻ്റെ പിന്നിൽ ഇവിടെയുള്ള കുറേ നല്ല മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. അതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തി വയലിൻ ജേക്കബായിരുന്നു. ബെന്നി ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, കുറേ മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. അന്ന് പാട്ടിൻ്റെ ലോകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടുവാൻ സാധിച്ചെങ്കിൽ അതിന് ഞാനെന്നും ഇവിടെ കടപ്പെട്ടവൾ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിലേക്കൊക്കെ വന്നു. അതൊക്കെ ദൈവം ഇതുപോലെ ഒരു പ്രോഗ്രാമിന് ലണ്ടനിൽ മാർത്തോമ സഭയുടെ പ്രോഗ്രാമിന് എനിക്കവിടെ പെന്റിക്കോസ് കൺവെൻഷനുണ്ട്, മാർത്തോമ കൺവെൻഷനുണ്ട്. അങ്ങനെ കൺവെൻഷനിൽ ഞങ്ങൾ കുറച്ച് പേര് ലണ്ടനിൽ പോയിരുന്നു. ഒരു ഡോക്ടർ ബ്ലസൻ മേമന, ഇമ്മാനുവൽ ഹെൻറി, ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാമിന് പോയി. അവിടെ വലിയ പ്രാർത്ഥനയും പാട്ടുമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നാണ്, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പ്രവേശിക്കുന്നത്. ദൈവം നമ്മളെ അങ്ങോട്ട് നയിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ കുറേ നല്ലത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മളെ ആക്കി തീർക്കുന്നു. നമ്മളൊന്നുമല്ല എന്ന് നമ്മളെ തിരിച്ചറിയുവാൻ നമ്മളെ ആക്കി തീർത്തു. കാരണം ആ സമയത്ത് ഒരു പക്ഷേ പാട്ടിൻ്റെ ലോകത്ത് നമ്മളെ എപ്പോഴെങ്കിലും
നമുക്ക് ഒരു നെകളമോ അല്ലെങ്കിൽ ഒരു വലുതെന്നുള്ള ചിന്തകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വഴിയരികിലൂടെ താഴോട്ട് ഒത്തിരി താഴേയിലേക്ക് ഇറങ്ങുവാനും എന്നും മരണം കാണുവാനും എന്നും മറ്റുള്ളവൻ്റെ വിഷമം കാണുവാനും നമ്മളെ പഠിപ്പിച്ചു. ദൈവം അതിനായിട്ട് വഴിയൊരുക്കിയതാണ് രാഷ്ട്രീയമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് വഴിയരികിലെ ചായക്കടയിൽ നിന്ന് പരിപ്പുവടയും ചായയും കുടിക്കുവാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റുള്ളവരുടെ നേരെ കൈനീട്ടുവാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പാവപ്പെട്ട മനുഷ്യരെ നമ്മൾ എത്രത്തോളം ഞാൻ എൻ്റെ പാട്ട് പാടിയപ്പോൾ അത് വേണം ഇത് വേണം എന്ന മനമിതിന് അമിതാർത്ഥി അർച്ചിച്ചു എന്നാൽ ചെവിയോർത്ത് കേൾക്കാൻ എന്നകമലർ പൂക്കിയോ എന്നൊരു വാക്ക് മുരിയാടിയില്ല. ശരിയേതെന്നറിയാത്ത വഴിയേതെന്നറിയാത്ത ശിശുവിൻ ദുശാഠ്യങ്ങൾ പോലെ എന്നൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളാണ്, നമ്മുടെ സ്വപ്നങ്ങൾ, നമുക്കത് വേണം ഇത് വേണം എന്നുള്ള ചിന്തകൾ, നമ്മൾ എവിടെയും വലുതിൽ കയറി പിടിക്കുവാനുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ദൈവത്തിന് അർപ്പിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ഒന്നുമല്ലാത്തവരാണ് എന്ന് കാണിക്കുവാൻ, നീ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് അത് സാധിച്ച് ഞാൻ തരില്ല എന്ന് വാശി പിടിച്ച് ദൈവം കൊള്ളുകയും താഴെയിലേക്ക് നമ്മളെ എളിമപ്പെടുത്തുവാനായിട്ട് നമ്മളെ ആക്കി തീർക്കുകയും ചെയ്ത് തന്നെയാണ് ഇന്ന് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞ് ഇന്നൊരു സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഒത്തിരി താഴേക്കായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ നിനയാത്ത നേരത്തൻ കരളിൽ കനിവതിൻ നിറമോലും സൂനം നിറച്ചു, കനവിലും കാണാത്ത കരുണതൻ പൂമാല കൃപയാൽ അണിയിച്ചു, പിന്നെ അഴിയാത്ത മോദത്തിൽ അലിയിക്കുവാൻ എന്നെ അലിവോടെ നീ നയിക്കുമ്പോൾ എന്നെക്കുറിച്ച് എന്നെക്കാളും അറിയുന്ന നിന്നോട് ഞാൻ എന്ത് ചൊല്ലാൻ എന്ന ആ പാട്ടിൽ മറ്റൊരു വരിയുണ്ട്. നിനയാത്ത നേരത്ത് നമ്മളിൽ കനിവ് നിറച്ചു. പിന്നീട് ആ കനിവുമായിട്ട് നമ്മൾ പല ഇടങ്ങളിലേക്കും ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമുക്ക് ദൈവം തിരിച്ചു നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇന്ന് നടക്കുന്നു. കുറേ നല്ലത് ചെയ്യുവാൻ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ പഠിക്കുന്ന എൻ്റെ മക്കൾ നന്നായിട്ട് തന്നെ നിങ്ങളുടെ സമയം വിനിയോഗിക്കുക. സമൂഹത്തിൽ നല്ലത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ജീവിതമൊക്കെ എപ്പോഴും നമുക്ക് ഈ നിമിഷം വരെയുള്ളതാണ്. അടുത്ത നിമിഷം എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ഏതായാലും അധികം പ്രസംഗിച്ച് സമയം കളയുന്നില്ല. ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പാട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അറിയാം. പാട്ട് പാടും, അത്രയേ ഉള്ളൂ. അതെന്ന് വെച്ച് ഇപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് സാധകം എന്ന് പറയുന്ന സംഭവം ഇല്ല. കാരണം കൈകൾ കൊണ്ട് ജോലിയെടുക്കുന്നത് പോലെ തന്നെയാണ് ശബ്ദം കൊണ്ട്. നമ്മളെപ്പോഴും പാട്ടുകാരെപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് നമുക്ക് കൈകളെ നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവും അതുപോലെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥകളിലും ഉണ്ട് നമുക്ക്. കാരണം പാടാൻ നമുക്ക് സമയമില്ല, പാടാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ കൂടെ ഞാൻ പാടുന്നു, ഇടയ്ക്ക് വല്ലപ്പോഴും പാടുന്നുവെങ്കിൽ അത് കുറച്ച് നല്ലത് ചെയ്യുവാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്നും നമുക്ക് കുറച്ചൊക്കെ മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുന്ന, ഇപ്പം ഇങ്ങോട്ട് വന്നതല്ല, വല്ലപ്പോഴും കിട്ടുന്ന പ്രോഗ്രാമിന് ഞാൻ ഒരാഴ്ചയൊക്കെ ചെറുതായിട്ടൊക്കെ പ്രാക്ടീസ് ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ടും സമയം കിട്ടുന്നില്ല, എന്നാലും ചെയ്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഏതായാലും സംഗീതം കൂടെയാണ്, അതെൻ്റെ ആയുധം കൂടിയായിട്ട് മാറുന്നുണ്ട് എന്ന് മാത്രം. ദൈവം തന്ന വരദാനം നമുക്ക് അത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനുള്ളൊരായുധം കൂടെയാണ്. അതാണ് സംഗീതം ഇന്ന് എനിക്ക്. ഏതായാലും നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിച്ച് വളർന്ന് നന്മകൾ ചെയ്യുന്നവരായിട്ട് ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ കുറച്ച് 2-3 പാട്ടേ പാടാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു എന്നോട് 4 പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗണ്ടൊന്നും മേലോട്ട് പോകുന്നില്ല. അപ്പം എനിക്ക് പറ്റുന്നത് പോലെ പാടിത്തരാം. ഒരു 3 പാട്ട് പാടുക എന്നുള്ളത്, മറ്റ് പറഞ്ഞ പാട്ടൊക്കെ ഇനി അയപ്പിച്ചു വന്നപ്പോൾ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പാടിത്തരാം. ഔപചാരികതകളില്ലാതെ തന്നെ ഈ മ്യൂസിക്കൽ ഈവനിങ്ങിലേക്ക് സംഗീതത്തിൻ്റെ സുഹൃതമഴ പെയ്തിറങ്ങുന്ന ഒരു സന്ധ്യയിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ശബ്ദം നാദമായി
ഹൃദയത്തിൻ്റെ ഭാഷയായി ഉള്ളിൽ അരിഞ്ഞു ചേരുന്ന നനുത്ത സാന്ത്വന സ്പർശമായി നമ്മെ കീഴടക്കുമ്പോഴാണ് സംഗീതവും നാമം ഒന്നായി തീരുന്നത്. നാദം ദൈവികമാണ്. ദൈവത്തിൻ്റെ ഭാഷ സംഗീതമാണ്. സ്നേഹത്തിൻ്റെ ഭാഷയും സംഗീതം തന്നെയാണ്. സ്നേഹത്തിന് എപ്പോഴാണോ വിരാമക്കുറിപ്പിടുന്നത് അപ്പോൾ സംഗീതവും നിലയ്ക്കും. സംഗീതത്തിന് സംവേദനം ചെയ്യാനുള്ളത് സ്നേഹത്തിൻ്റെ ആഴമുള്ള തീവ്രതയാർന്ന ശബ്ദവും ശ്വാസവും സ്പന്ദനവുമാണ്. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സെവേറിയസ് അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗായകന്മാരും ദൈവത്തിൻ്റെ സ്നേഹസ്പർശനം ഏറ്റുവാങ്ങിയവരാണ്. അങ്ങനെ വിശ്വസിക്കുവാനും പറയാനും ഏറെ ഇഷ്ടപ്പെടുന്നു. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മനഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി. അകലെ നിൽക്കുന്ന ഒരാളിലേക്ക് ജീവശ്വാസം ഊതിയാൽ അത് വേണ്ട വിധത്തിൽ എത്തിപ്പെടില്ല. എത്ര ചേർത്ത് ചുണ്ടോടടുപ്പിച്ച് വെക്കുമ്പോഴാണ് ഒരാളിലേക്ക് ജീവശ്വാസം പകരുവാൻ സാധിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, ദൈവം ചുംബിച്ച് എൻ്റെ ജീവനിലേക്ക് പങ്കുവച്ച് തന്ന ശ്വാസമാണ് ഇന്ന് സംഗീതമായി നമ്മൾ ഒരുമിച്ച് കേൾക്കാനായി പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കും ദൈവം ചുംബിച്ച് നൽകിയ ഈ ശ്വാസമാണ് സംഗീതമായി പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ ഭാഷ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ പൗത്രീകരിക്കുന്നതാണ്. ഈ ഭാഷയ്ക്ക് ലോകത്തിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് സ്നേഹമെന്നുള്ളതാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയായ സംഗീതം ഈ ഭൂമിയിൽ എല്ലാറ്റിനെയും യഥാസ്ഥാനപ്പെടുത്തുന്നു, വിമലീകരിക്കുന്നു, എല്ലാറ്റിനെയും ഹൃദയം കൊണ്ട് തൊടുന്നു. ഈ സന്ധ്യ നമുക്ക് പരസ്പരം ഒന്ന് സ്നേഹിക്കുവാൻ, ഒന്ന് ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ, ദൈവസ്നേഹത്തിൻ്റെ നനുത്ത സ്പർശനത്തെ തിരിച്ചറിയുവാനുള്ള സന്ദർഭമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട, ഇതിൽ എനിക്ക് ഏറെ അടുപ്പമുള്ളത് സേവ്യറിയസ് അച്ഛനുമായിട്ടാണ്. അച്ഛനും ഞാനും ഒരുമിച്ച് പഠിക്കാനൊക്കെയുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദലിമ മാഡത്തിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടുപ്പത്തിൽ വർത്തമാനം പറയാനും കാണാനും അവസരം തരുന്നത്. സാറിനെയും യുജിനെയും ഒക്കെ ഈ ഒരു വേദിയിൽ കിട്ടിയതും കണ്ടതും ഒരു വലിയ ഭാഗ്യമായി മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാട്ട് കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ശബ്ദത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇടയാവട്ടെ. ഇന്ന് നമ്മൾ പാടുന്ന പാട്ടുകളിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങു ഞങ്ങളെ നയിക്കണമേ.
വരേണമേ. താങ്ക് യു. പാട്ട് പെട്ടെന്ന് തീർന്നു പോയെന്നൊരു ഫീൽ ഉണ്ടല്ലേ? നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കതറിയാം. ഒരു സ്റ്റാൻസ് കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്റ്റാൻസ് എവിടെ അപ്പൊ പാടാം? കുട്ടികൾ കൈയടിച്ചുകൊണ്ട് ഞാൻ നിർത്തി. ഇല്ല ഇഷ്ടപ്പെട്ടിട്ടാണ്. രണ്ടാമത്തെ സ്റ്റാൻസയും കേൾക്കാനാണ് നാം ഇരിക്കുന്നത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. അന്നന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ. അവിടുത്തെ രാജ്യം വരേണമേ. താങ്ക് യു. ആകാശങ്ങളിലിരിക്കുന്ന അനശ്വരനായ പിതാവിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഗീതത്തെ വളരെയധികം സ്നേഹിക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധീശൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മുടെ ഈ സെഷനിലേക്ക് ആഗതനായതിലുള്ള സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് പാട്ടിലേക്ക് വീണ്ടും പ്രവേശിക്കാം. അടുത്തതായി എല്ലാവരും ഒരു വാക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട അനു സുദേവ് കടമനിട്ട സ്വദേശിയാണ്. കടമനിട്ട വാസുദേവൻ പിള്ള സാർ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ആളല്ലല്ലോ വാസുദേവൻ പിള്ള സാർ. അദ്ദേഹത്തിൻ്റെ മകൻ ഏകദേശം 10 തവണയിലധികം കേരള സംസ്ഥാനത്തിൻ്റെ നാടക ഗാനത്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി സിനിമകളിൽ, ഒട്ടനവധി നാടകങ്ങളിൽ, ഒട്ടനവധി CD-കളിലൊക്കെ പാടിയിട്ടുണ്ട്. വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ തുടങ്ങിയൊരു സംഗീതത്തിൻ്റെ ബന്ധമാണ്. അനു ഒരു അനുഗ്രഹീത ഗായകനാണ്. തൻ്റെ ശബ്ദം കൊണ്ട് എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഗായകനാണ്. അനു 2 വാക്ക് ചുരുക്കമായി പറഞ്ഞുകൊണ്ട് എപ്പോഴും സ്തുതിക്കപ്പെടേണ്ട നാഥനിലേക്ക് എന്നാളും സ്തുതിക്കണം. അനു എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടി അനു 2 വാക്ക് സംസാരിച്ച് ആ പാട്ട് പാടി ഈ സെഷനിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട അനു സുദേവിനെ കൈകളെ അടിച്ച് ഈ സെഷനിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. ദൈവത്തിൻ്റെ അടുത്ത വാത്സല്യപുത്രന്മാരായ വൈദിക ശ്രേഷ്ഠന്മാരെ നമസ്കരിച്ച് ഇവിടെയുള്ള ദലീമ എന്ന സുപ്രസിദ്ധമായ ഗായിക മാഡത്തോടൊപ്പം 1-2 തവണ എനിക്ക് സ്റ്റുഡിയോയിൽ പാടാൻ അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ എന്നെ എല്ലാ വേദികളിലും എൻ്റെ പ്രിയപ്പെട്ട പോളച്ചൻ, അദ്ദേഹത്തെ ഞാൻ ശബ്ദം കൊണ്ടാണ് പരിചയപ്പെടുന്നത്. ആത്മീയയാത്രയിലെ ഒരു കീർത്തനം അദ്ദേഹം അന്ന് കാസറ്റായിരുന്നു ഇറങ്ങി കേട്ടിട്ട് അദ്ദേഹം ചെയ്ത ഉഷമലരി എന്ന ജാനകി അമ്മയൊക്കെ പാടിയ വലിയ വലിയ ഗായകർ പാടിയ അതിൽ എനിക്ക് ഒരു പാട്ട് പാടാൻ അവസരം തന്നു. അതൊക്കെ ശേഷമാണ് ഞങ്ങൾ ശരീരം കൊണ്ട് തമ്മിൽ കാണുന്നത്. സംഗീതം കൊണ്ട് എത്ര അകലെ ഉള്ള അടുപ്പം ഇത്ര വർഷങ്ങളായിട്ടും അദ്ദേഹം പോകുന്ന ഏത് വേദികളിലും എനിക്കൊരു
ഒരു കോണിൽ എനിക്ക് പാടാനുള്ള ഒരു അവസരം അദ്ദേഹം തരുന്നു. അതൊരു ദൈവപുത്രൻ്റെ ഒരു കാക്കൽ പോലെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും ഇതുപോലൊരു സുഹൃത്തുണ്ടായിരുന്നു. ചെറുപ്പത്തിലുള്ള കഷ്ടപ്പാടുകൾക്കും ഒക്കെ ഒപ്പം എൻ്റെ അമ്മൂമ്മ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. ജോഷുവ പിടികയിൽ നിന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനിരിക്കുന്ന പള്ളികളിലെല്ലാം ഞങ്ങൾ കുടുംബത്തോടൊപ്പം പോകുമായിരുന്നു. എന്തോ ഒരു ദൈവകൃപ അതിൻ്റെ തുടർച്ചയായിരിക്കണം അച്ഛനുമായിട്ടുള്ള ബന്ധവും. അച്ഛനിരിക്കുന്ന ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് പോകാൻ പറ്റി. അദ്ദേഹം മസ്കറ്റിലിരുന്ന സമയത്ത് എനിക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ റെഡിയായതാണ്. അവസാന നിമിഷം അത് പറ്റിയില്ല പോകാൻ. എങ്കിലും സംഗീതത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതെന്നുള്ള ആ സംഗീതം കൊണ്ട് നമുക്ക് പാടി മഴ പെയ്യിക്കാം, വിളക്ക് കൊളുത്താം. നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് അഗ്നിയുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട് അഗ്നി, ജലമുണ്ട്, ഉച്ഛ്വാസവായുവുണ്ട്, ആകാശമുണ്ട്, മണ്ണുണ്ട്. ഇതുതന്നെയാണ് പ്രകൃതിയെ പൂജിക്കുന്നതും. അതൊരു ദൈവികമായ ഒരു സമർപ്പണമാണ്, ഈശ്വരനിലേക്കുള്ളൊരു സമർപ്പണമാണ്. അങ്ങനെയുള്ള ഒരു സംഗീതം കാലമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സംഗീതമൊക്കെ മാറി യുവതലമുറകളൊക്കെ ചോര പിഴിഞ്ഞു കുടിച്ച ജ്യൂസും കുടിച്ച് സ്വന്തം അമ്മയുടെ ചോരയൂറ്റാനും മടി കാണിക്കാത്ത ഒരു തലത്തിലേക്ക് വളർന്നു വരുന്ന മക്കൾ, ശുദ്ധസംഗീതം കേൾക്കാൻ സാധിക്കാത്ത മക്കൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വരുമ്പോൾ, ഈ ദേവസന്നിധിയിലെല്ലാം വരുമ്പോൾ, ഇവിടെ മുഴുവൻ സംഗീതത്തെ സ്നേഹത്തോടെ ഈശ്വരനായിട്ട് കണ്ട് തീരുമ്പരെയും അതിനെ ഒരു പ്രാർത്ഥന രൂപത്തിൽ കാണുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. മറ്റൊരു സ്ഥലത്തും അതങ്ങനെ കിട്ടാറില്ല. ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ അന്ന് എന്നെ അച്ഛനുമായിട്ട് അടുപ്പിച്ച ഒരു കീർത്തനമാണ് അദ്ദേഹം പാടാൻ എന്നോട് പറഞ്ഞത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പാടാൻ ശ്രമിക്കുക. ഞാനും കുറച്ച് ദിവസമായിട്ട് എനിക്ക് പ്രോഗ്രാംസൊക്കെ കുറവാണ്. ഈ സീസണിൽ വളരെ കുറവായിരുന്നു. പുതിയ കലാരൂപങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഉണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. അതുകൊണ്ട് എനിക്കും സാധകത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയിലിരുന്ന് പാടി നോക്കി, കുറേ വെള്ളിയൊക്കെ അടിച്ച് വീണു. അപ്പോൾ ഞാനൊന്ന് പേടിച്ചൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ഭഗവത് സന്നിധിയിൽ പാടാമല്ലോ. ശബ്ദമീശ്വരനാണല്ലോ. ആദിയിൽ വചനമായിരുന്നു, ശബ്ദമായിരുന്നു ദൈവം. ആദിയിൽ ഓങ്കാരം നാദമാണ്, ശബ്ദമായിരുന്നു. പ്രവാചകൻ്റെ അശരീരിയായിരുന്നു ആദ്യം. എല്ലാം സംഗീതമാണെങ്കിൽ അവിടെ എന്ത് മാറ്റം. അവിടെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതും സംഗീതത്തിലൂടെ ഈശ്വരനെ പ്രജിക്കുകയാണ്. ഞങ്ങളുടെ സംഗീത കോളേജ് പഠിക്കുമ്പോഴൊക്കെ പഠിക്കാനുണ്ട്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം, ഗാനപരതരം രഹി. 1 കോടി തവണ നാമ ജപിക്കുന്നതിനേക്കാൾ തുല്യമാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം ധ്യാനിക്കുക. 1 കോടി തവണ ധ്യാനിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം ലയം പ്രാപിക്കുക. 1 കോടി തവണ ലയം പ്രാപിക്കുന്നതിൽ ശ്രേഷ്ഠമാണ് സംഗീതത്തിലൂടെ ദൈവത്തെ അറിയുക. അങ്ങനെയുള്ള സംഗീതത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആ 2 വാക്ക് ഞാൻ പറഞ്ഞത്. ആ നല്ല സംഗീതത്തിലേക്ക്, ആത്മീയ സംഗീതം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അങ്ങനെയാണ്. ഞാനെൻ്റെ പൊതുവായുള്ള നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൂടെ ഒരു വേദന കൊണ്ട് പറഞ്ഞാണ്. എല്ലാവരുടെ അനുഗ്രഹത്തോടെ ആരംഭിക്കുന്നു.
ഈ കയ്യടി മുഴുവൻ എൻ്റെ ഗുരുനാഥനുള്ളതാണ്. എന്നെ സ എന്ന് പാടി ഉറപ്പിക്കാൻ എൻ്റെ ഗുരു എൻ്റെ മുമ്പിലിരുന്ന് എത്ര തവണ പാടിത്തുണ്ടെന്ന് അറിയാമോ? എത്ര വർഷങ്ങൾ ആ സപ്തസ്വരങ്ങൾ ഉറപ്പിച്ചു തരാൻ ഞാൻ തെറ്റിക്കുമ്പോൾ സാ എന്ന് പാടുമ്പോൾ മോനെ അങ്ങനെയല്ല സ ഞാൻ സ അവിടെ കൊണ്ട് ആ പോയിന്റിലെത്തിക്കാൻ, ആ ഫ്രീക്വൻസിയിലെത്തിക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ സംഗീതം നിറഞ്ഞിരിക്കുകയാണെന്നുള്ള തെളിവാണത്. കണക്കായാലും സയൻസായാലും മുഴുവൻ ആ ഗുരു എത്ര വർഷങ്ങൾ, പതിറ്റാണ്ടുകളോളം എൻ്റെ മുമ്പിലിരുന്ന് എത്ര തവണ പാടി തന്നിട്ടാണ് എൻ്റെ സ്വരങ്ങൾ ഉറപ്പിച്ചു തന്നത്. ഇപ്പോഴും അതിൽ അപശ്രുതികൾ വരും, അപശ്രുതികൾ ഉണ്ടാവും. നമുക്ക് പൂർണ്ണമാവാൻ ആ ഗുരുക്കന്മാരുടെ കാരുണ്യം ഞാൻ ഈ കൈകളിൽ അവരെ ഓർക്കാതെ എനിക്ക് നിലനിൽപ്പില്ല. എന്നാളും സ്തുതിക്കണം നാം. ഈ രാഗത്തിന് പേര് ഹംസധ്വനി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു 5 സ്വരം 7 സ്വരത്തിൽ 5 സ്വരം ഉപയോഗിക്കുന്നുള്ളൂ. സരിഗ പാനി സനി പഗരി സരിഗ പനി സനി പഗ പഗരി സരി പരി സരി സരിഗ പഗരി സരിഗ പഗരി സരിഗ പനി നീവ. അത് ആകാരത്തിലായാലും സ്വരത്തിലായാലും മാ എന്ന സ്ഥായിലോ ധ എന്ന സ്ഥായിലോ ടച്ച് ചെയ്താൽ അത് ഹംസധ്വനി രാഗത്തിന് വിരുദ്ധമായിട്ട് മാറും, ആ രാഗമാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ച് തരുന്ന എത്ര കാലങ്ങൾ ഇരുന്നിട്ടാണ് ഗുരുവിൻ്റെ മുമ്പിൽ നിലത്തിരുന്നിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മൾ ഏത് വിദ്യ അഭ്യസിക്കണമെങ്കിലും നമ്മളവിടെ ചെന്നിരുന്ന് നമ്മളവരോട് ഗുരുവിൻ്റെ ആവശ്യമായി മാറി ഇന്ന് പഠനം. ഗുരുക്കന്മാരെ വീടാന്തരം കയറി കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുവരണം, അവരുടെ നിലനിൽപ്പിന് ആവശ്യമായി. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾ പുതിയ തലമുറ മാറാതെ പോകട്ടെ, ആ ഗുരു ബന്ധത്തെ അറിയട്ടെ, ആ ഗുരുവിനെ അറിയട്ടെ എന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം, എന്നാളും സ്തുതിക്കണം നാഥനെ, എന്നാളും സ്തുതിക്കണം വന്ദനം പാടി മന്നൻ മുൻപിൽ മന്ദതയകന്നു തിരുമുൻപിൽ അഭയമീരന്നു, എന്നാളും സ്തുതിക്കണം നാഥനെ, എന്നാളും സ്തുതിക്കണം വന്ദനം പാടി മന്നൻ മുൻപിൽ മന്ദതയാകുന്നു തിരുമുൻപിൽ അഭയമീരന്നു, എന്നാളും സ്തുതിക്കണം നാഥനെ, എന്നാളും സ്തുതിക്കണം
പകരി സരിയെന്നാളും സ്തുതിക്കണം നാഥനെ. ഗപനീ പപ്പ ഗഗ പാപ ഗരി സപ പനി ഭഗവനി സനി സരി രി സനി സനി സരി രി സനി പനി പനി രി സനി പനി സരി പകരി സരിയെന്നാളും സ്തുതിക്കണം നാഥനെയും സ്തുതിക്കണം എന്നാളും സ്തുതിക്കണം എന്നാളും സ്തുതിക്കണം എന്നാളും നാം എന്ത് ചെയ്യണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്നാളും നാം സ്തുതിക്കണം. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും.